മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരങ്ങളടിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമാണോ? ആ, ഇരിക്കാൻ പറയുമ്പോൾ പെട്ടെന്നിരുന്നോണം, അല്ലെങ്കിൽ നിങ്ങൾ അധികം വരും. കുറച്ച് പേര് അധികം വരും. പറഞ്ഞേ ഹല്ലേലൂയ. വേഗം അങ്ങ് ഇരിക്കണം. ഇരിക്കാൻ പറയുമ്പോൾ അപ്പം തന്നെ അങ്ങ് ഇരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ 5-6 പേര് അധികം വരും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. കർത്താവിൻ്റെ വചനം കേൾക്കാൻ അല്പം പ്രയാസത്തോടെ ഞെരുക്കത്തോടെ നമ്മളിരിക്കുമ്പോൾ ദൈവം വലിയ കരുണ നമ്മളോട് കാണിക്കും. നമ്മൾ കർത്താവെ കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ വചനം കേൾക്കാൻ തയ്യാറാണ് എന്ന് നമ്മുടെ ഈ സഹനം കാഴ്ചവെച്ച് കർത്താവിൻ്റെ അടുത്ത് പറയുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായമാണ്. 5-ാം അധ്യായം. അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു. ഇനി അവിടുന്ന് നമുക്ക് ഇന്ന് നമ്മൾ വായിക്കുന്നത് 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി നമ്മൾ ചിന്തിക്കുകയാണ്. ഇനി ഇന്നലെയും മെനഞ്ഞാന്നും വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. യേശു ഗരസേനരുടെ നാട്ടിൽ വെച്ച് ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇന്നും നമ്മൾ അത് തന്നെ ചിന്തിക്കും. തീരുമെന്നറിയില്ല. തീർന്നില്ലേ നമ്മൾ നാളെ ഇത് തന്നെ ചിന്തിക്കും. അപ്പോൾ ഇതാണ് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ഈ കൺവെൻഷന് വേണ്ടി തന്ന ആദ്യത്തെ വചനഭാഗം. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ വളരെ ഗൗരവത്തിലെടുക്കുകയാണ്, ആഴത്തിൽ പരിശോധിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വായിക്കാം. നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൊണ്ടുവന്നോ? ഓക്കെ. അപ്പോൾ വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. അകലെ വച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. 7-ാമത്തെ വാക്യം. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെക്കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. അപ്പോൾ ഇവിടെ പിശാച് ബാധിതൻ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് ഗുണപ്പെടണമെന്ന ആഗ്രഹത്തിലല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെന്തിനാണ് വന്നത്? യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്, ഞങ്ങളെ പുറത്താക്കരുതേ, ഞങ്ങൾക്ക് നന്നാവാൻ താല്പര്യമില്ല, ഞങ്ങളിങ്ങനെ തന്നെ ജീവിച്ചോളാം, ഞങ്ങൾക്ക് വ്യത്യാസം വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ പോയാൽ മതി എന്ന് പറയാനാണ് യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ പറയിപ്പിച്ചതാരാ? എനിക്ക് നന്നാവണ്ട, എനിക്കിങ്ങനെ മതി, ഞാനിങ്ങനെ ജീവിച്ചോളാം, എനിക്കിപ്പം നന്നായിട്ട് അവാർഡൊന്നും നിങ്ങൾ തരണ്ട, ഞാനിങ്ങനെ പള്ളിയിൽ പോകാതൊക്കെ ജീവിച്ചോളാം, ഞാനിങ്ങനെ കള്ളു കുടിച്ച് ജീവിച്ചോളാം, ഇങ്ങനെ നന്നാവണ്ട എന്ന് പറയുന്നത് ആരാണ്? പിശാചാണ്. അപ്പം ഇത് പിശാച് ബാധിതനാണ്. പക്ഷെ യേശുവിനറിയാം, ഈ മനുഷ്യൻ്റെ ആത്മാവ് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. എന്നാൽ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന പിശാച് അവനെ അതിന് സമ്മതിക്കുന്നില്ല, പിശാച് അതിന് അനുവദിക്കുന്നില്ല. പിശാചാണ് പറയുന്നത്, ഞങ്ങളെ പുറത്താക്കരുത്, ഞങ്ങൾ ഇവനിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരടിമത്തവും നമ്മളെ വിട്ടുപോകാൻ പിശാച് ആഗ്രഹിക്കുന്നില്ല. കാരണം പിശാച് എന്തിനാണ് വന്നത്? യോഹന്നാൻ 10:10, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്.
കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. അപ്പം അതുകൊണ്ട് ഈ പിശാച് അകത്തിരുന്ന് പറയിക്കും പ്രാർത്ഥിക്കണ്ട, പിശാച് അകത്തിരുന്നിട്ട് പറയിക്കും പള്ളിയിൽ പോകണ്ട, കുമ്പസാരിക്കണ്ട, തെറ്റുതിരുത്തണ്ട, തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിക്കണ്ട. അപ്പം ഇങ്ങനെ പറഞ്ഞു തരുന്നത് ആരാണ്? പിശാചാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാൽ നന്നാവണം, വ്യത്യാസപ്പെടണം, മെച്ചപ്പെടണം, അഭിവൃദ്ധിപ്പെടണം, ആത്മീയമായി വളരണം, വചനം പഠിക്കണം, വിശുദ്ധരാവണം, ഇങ്ങനെ പറയുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. ആരാണ്? പരിശുദ്ധാത്മ. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. 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 അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞത്, നമ്മൾ എന്തിന് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു? എന്തിനാണ് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഒരു അമ്മച്ചി മകൻ മദ്യപാനം മാറ്റണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലാതെ അവൻ ഭക്തനാവണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നില്ല, അവൻ ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി മാത്രം യേശുവിനെ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈശോ ആരംഭത്തിൽ തന്നെ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? 2 ശിഷ്യന്മാർ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ വന്ന് അവനോട് ചോദിച്ചു. യേശു പിന്നാലെ അവർ വരുന്നത് കണ്ട് തിരിഞ്ഞ് യേശു അവരോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഈ ചോദ്യം ഇന്ന് എന്നോടും നിങ്ങളോടും നമ്മളിവിടെ ആയിരിക്കുമ്പോൾ യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? നമ്മൾ സാധാരണഗതിയിൽ യേശു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്താ പറയാൻ പോണേ? നമുക്ക് വലിയൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, ഈ കൺവെൻഷന് വരുമ്പോൾ പറയാനായിട്ട് വലിയൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എന്തന്വേഷിക്കുന്നു എന്ന് യേശു ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി പറയുന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങളാണ്. നമുക്ക് നടക്കാനുള്ള അനേക കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. കർത്താവേ, നീ ഇതൊന്ന് സാധിച്ച് തരണം. പറഞ്ഞേ ഹല്ലേലൂയാ. ബർത്തമേയുസിനോട് യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? അവനെന്ത് പറഞ്ഞു? ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. സബദി പുത്രന്മാരോട് യേശു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് നിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണം. ഇങ്ങനെ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന ഓരോ ആളുകളും ചോദിച്ചത് ഓരോന്നാണ്. അപ്പം നമ്മൾ ഇന്ന് യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സാവധാനം ഓരോരുത്തരും ചിന്തിക്കുക, എന്നെ യേശു ആകർഷിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് എന്തിനായിരിക്കും? എന്നെ ഈ കൺവെൻഷൻ യേശു കൊണ്ടുവന്നത് എന്തിനായിരിക്കും? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ ഭൗതികമായ കുറച്ച് കാര്യങ്ങൾ തരാൻ വേണ്ടി കൺവെൻഷന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന്? ഇല്ല. നിങ്ങളെന്ന് വെച്ച്, അതായത് ശ്രദ്ധിച്ചോണം, എത്രയോ ശബരിമല ഭക്തർ, എത്രയോ പേര് ഈ കാലഘട്ടത്തിൽ വ്രതമെടുത്ത് നോമ്പെടുത്തൊക്കെ ശബരിമല പോകുന്നു, ഇല്ലേ? അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ടോ? ഉണ്ട്. അനുഗ്രഹം കിട്ടാൻ നിങ്ങളൊരു കൺവെൻഷന് വരണമെന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രാർത്ഥിക്കാത്തവർക്ക് അനുഗ്രഹം കിട്ടുമോ? ഇല്ലേ? കിട്ടും. നിരീശ്വരവാദികൾക്ക് അനുഗ്രഹം കിട്ടാറുണ്ടോ? ഉണ്ട്. തീവ്രവാദികൾ അനുഗ്രഹിക്കപ്പെടാറുണ്ടോ? ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അനുഗ്രഹം കിട്ടാൻ നിങ്ങളൊരു കൺവെൻഷന് വരണമെന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, യേശു പിന്നെ എന്തിനാണ് യേശുവിൻ്റെ അടുത്തേക്ക് ആളുകളെ വിളിക്കുന്നത്? നമ്മൾ വീട്ടിലിരുന്നാലും യേശു നമുക്ക് അനുഗ്രഹം തരും. ഒരു വചനമില്ലേ, അവൻ ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും മഴ പെയ്യിക്കും, സൂര്യനെ ഉദിപ്പിക്കും. നല്ലവനാണോ കൊള്ളരുതാത്തവനാണോ എന്ന് നോക്കിയിട്ടല്ല കൊല്ലത്ത് മഴ പെയ്യുന്നത്, ആണോ? അല്ല. വെയിലുദിക്കുന്നത് കൊള്ളാവുന്ന ആളുകളുടെ മേളിൽ മാത്രം വെയിൽ, അല്ലാത്തവർക്കെല്ലാം മഞ്ഞ്, അങ്ങനെയാണോ? അല്ല, അതങ്ങനെയല്ല. അപ്പോൾ സാവധാനം, വലിയ ബഹളമൊന്നും വേണ്ട, സാവധാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനായിരിക്കും യേശു എന്നെ യേശുവിൻ്റെ അരികിലേക്ക് വിളിക്കുന്നത്? എന്തിനായിരിക്കും? പറഞ്ഞേ ഹല്ലേലൂയാ. ഒത്തിരി ഉത്തരങ്ങളുണ്ട്. ഈ ഉത്തരങ്ങളെല്ലാം കാച്ചിക്കുറുക്കി ഒറ്റ വാചകത്തിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്. യേശു ഒരാളെ വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? യേശുവിനെ പോലെ ആക്കാനാണ്. യേശു ഒരാളെ വിളിക്കുന്നത് യേശുവിനെ പോലെ ആക്കാനാണ്. റോമർ
8:29 വായിക്കണം. റോമാലേഖനം 8-ാം അധ്യായം 29-ാം തിരുവചനം. റോമാലേഖനം, പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം യേശുവിലേക്ക് നമ്മളെ വിളിച്ചപ്പോൾ, യേശുവിലേക്ക് നമ്മളെ കൊണ്ടുവന്നപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? റോമർ 8:29 പറഞ്ഞേ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ. അപ്പം പതുക്കെ വായിച്ചാൽ മതി. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ എന്തിനു വേണ്ടി? മുൻകൂട്ടി നിശ്ചയിച്ചു. എന്തിനു വേണ്ടി? തൻ്റെ അത് ഉറക്കെ വായിക്കണം. തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ. ഒന്നുകൂടെ വായിച്ചേ. തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, തൻ്റെ പുത്രനെ പോലെ ആക്കാൻ എന്ന് പറഞ്ഞ്, തൻ്റെ പുത്രനെ പോലെ ആക്കാൻ. അപ്പോൾ യേശുവിലൂടെ പിതാവായ ദൈവം നമ്മെ ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും ആത്മീയതയിലേക്കും തിരുസഭയിലേക്കും മാടി വിളിച്ചതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം, ഉച്ചത്തി പറയുക, യേശുവിനെ പോലെ ആക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവിനെ പോലെ ആക്കാൻ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. മുൻകൂട്ടി അറിഞ്ഞവരെ. പറഞ്ഞേ ഹല്ലേലൂയാ. ലിസൺ പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി, ഇപ്പോൾ നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, നമ്മുടെ ഐഡന്റിറ്റി, ഇപ്പോൾ നമ്മൾ ആരാണ്? കേട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നാം ദൈവത്തിൻ്റെ, കൈയടിച്ച്, നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാണ്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായത്? വായിക്കാം. യോഹന്നാൻ 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. യോഹന്നാൻ 1:14 വായിക്കുക. യോഹന്നാൻ 1:14 വായിക്കൂ. നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അതിന് തൊട്ട് മുമ്പത്തെ വാക്യത്തിൻ്റെ മുമ്പത്തെ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. ശ്രദ്ധിക്കുക. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം. അപ്പൊ ദൈവമക്കളായത് എങ്ങനെയാണ്? ദൈവമക്കളായത് യേശുവിനെ സ്വീകരിച്ചത് വഴി, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചത് വഴി. ദൈവമക്കളായത് എങ്ങനെയാണ്? യേശുവിനെ സ്വീകരിച്ചത് വഴി, യേശുവിൻ്റെ നാമത്തിൽ. നിന്റെ പേടി മാറിയോ? കുറവുണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ, കുറവുണ്ടോ? ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, എങ്ങനെയാ ദൈവമക്കളായത്? യേശുവിനെ സ്വീകരിച്ചത് വഴി, യേശുവിൽ വിശ്വസിച്ചത് വഴി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ. അപ്പൊ ഇപ്പൊ നീ ആരാണ്? ദൈവത്തിൻ്റെ മകളാണ്. ആരാണ്? മകനാണ്. ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. എങ്ങനെ? സ്വീകരിച്ചത് വഴി, വിശ്വസിച്ചത് വഴി. ആരെ? യേശുവിനെ. ഓക്കെ. ഇപ്പോ ഇനി 1 യോഹന്നാൻ 3:2 പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. വായിക്കാം. 1 യോഹന്നാൻ 3:2 വായിച്ചേ. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇനി നാം എന്തായിത്തീരും? നേരത്തെ ഇപ്പോൾ നമ്മൾ ആരാണ്? ഇപ്പോൾ ദൈവമക്കളാണ്. ഇനി നമ്മൾ ഈ ദൈവമക്കളാക്കിയത് എന്തായി തീരാനാണ്? ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. മകനോ മകളോ? പറഞ്ഞോ. ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. പറയൂ. എന്നാൽ ഒരിക്കൽ ഞാൻ യേശുവിനെ പോലെ ആയിത്തീരും.
പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോ യേശുവിനെ സ്വീകരിച്ചത് വഴി നാം ദൈവമക്കളായി മാറി. എന്തായി തീരാൻ? ദൈവത്തെ പോലെ ആകാൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആകാൻ, തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ അവിടുന്ന് നമ്മെ മുൻകൂട്ടി നിശ്ചയിച്ചു. ക്രിസ്തീയ യാത്ര എന്ന് പറയുന്നത്, അതായത് മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് എന്തിലേക്കുള്ള യാത്രയാണ്? യേശുവിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ യേശു നിൽക്കുന്ന സ്ഥലത്തെത്തിച്ചേരുകയല്ല, യേശുവിനെ പോലെയാവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? ക്രിസ്തീയ ജീവിത യാത്ര എന്ന് പറയുന്നത് യേശുവിനെ പോലെയാവുക എന്നുള്ളതാണ്. യേശുവിനെ പോലെയാവുക. ഇപ്പം നമ്മളൊരു നല്ല മനുഷ്യൻ പോലും ആയിട്ടില്ല. ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ്? അപ്പൊ പ്രാർത്ഥിക്കുന്നതിൻ്റെ ലക്ഷ്യം പറയൂ. കുർബാന സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം പറയൂ. കുമ്പസാരിക്കുന്നതിൻ്റെ ലക്ഷ്യം പറയൂ. ആത്മീയകാര്യ കൺവെൻഷന് വരുന്നതിൻ്റെ ലക്ഷ്യം പറയൂ. ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചോദിക്കട്ടെ, എന്തോരമായി? ഇപ്പൊ എന്തോരമായി? കഴിഞ്ഞ 10-40 കൊല്ലമായിട്ട് യേശുവിൻ്റെ പിന്നാലെ നടന്നിട്ട് എന്തോരമായി? പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിനിമാ നടൻ വിജയിയെ ആരാധിക്കുന്നവർ വിജയ് നടക്കുന്ന പോലാണ് നടക്കുന്നത്. മോഹൻലാലിനെ അനുകരിക്കുന്നവർ മോഹൻലാൽ നടക്കുന്ന പോലാണ് നടക്കുന്നത്. മനസ്സിലായോ? അതെന്താ സംഭവിച്ചത്? അതെന്താ സംഭവിച്ചേ? പറഞ്ഞേ, അതെന്താ സംഭവിച്ചേ? അതായത് ഒരാളെ ഇങ്ങനെ നോക്കി 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 നടന്ന് 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 അറിയാതെ അവരെ പോലെയായി. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഇത്രയും കാലം യേശുവിനെ നോക്കി 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 നടന്നിട്ട് എന്താ യേശുവിനെ പോലെ ആവാത്തത്? നോക്കുന്നത് യേശുവിനെ അല്ലാത്തത് കൊണ്ടാണ് യേശുവിനെ പോലെയാകാത്തത്. നോക്കിയത് മുഴുവൻ എന്താ? കാര്യം നടക്കുക, കാര്യം നടക്കുക, കാര്യം സാധിക്കുക. അതിങ്ങനെ നോക്കി 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 നടന്നത് കൊണ്ട് നമ്മൾ പള്ളി വരുന്ന നമ്മൾ പള്ളി വരാത്തവരെക്കാൾ മോശമായി. പറഞ്ഞേ ഹല്ലേലൂയാ. ദേവാലയത്തിൽ വരുന്ന നമ്മൾ ദേവാലയത്തിൽ വരാത്തവരെക്കാളും മോശമായി. അങ്ങനെ നമ്മുടെ കുട്ടികൾ വിശ്വാസം വെറുത്തു. അവരെന്താ പറയുന്നത്? പള്ളിയിൽ പോയി നിങ്ങൾ ഇങ്ങനല്ലേ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കാതായി. എങ്ങനെ? അവർ പറയുന്നു, പള്ളി പോയിട്ട് വന്നിട്ട് നിങ്ങൾ എങ്ങനല്ലേ കാണിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായി? എവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റിയത്? നമ്മൾ നോക്കി നടന്നത് ആരെയല്ല, ആരെയല്ല. ഒരു വചനം വായിച്ച് 1 കൊരിന്തോസ് 15:19. 1 കൊരിന്തോസ് 15:19. 1 കൊരിന്തോസ് 15:19. കിട്ടിയവരെ പെട്ടെന്ന് വായിച്ചോ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. നിങ്ങൾ ക്രിസ്തുവിനെ തേടിയത്, ക്രിസ്തുവിനെ അന്വേഷിച്ചത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോണം, വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പം നിങ്ങൾ പറയും, അച്ഛാ കാര്യങ്ങൾ നടക്കണ്ടേ? ഈശോ അല്ലേ പറഞ്ഞ് ചോദിക്കാൻ? അന്നന്ന് വേണ്ട അപ്പം തരണേന്ന് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലല്ലേ ഉള്ളത്? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് യേശു അല്ലേ പറഞ്ഞത്? അപ്പം ഞങ്ങൾ പിന്നെ ആരോട് ചോദിക്കും? ഞാനൊരു രഹസ്യം പറയട്ടെ. അതായത് ജീവിതത്തിൽ നിങ്ങൾ ഒരു ഭൗതിക കാര്യത്തിനും വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. കൊല്ലംകാർക്കത് വേണോ? വേണോ? അതായത് ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ആവശ്യം വരില്ല. പ്രാർത്ഥിക്കുന്ന തെറ്റാന്നല്ല, നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും. ചോദ്യം, അതെന്താ ഈ രാജ്യവും നീതിയും? അതറിഞ്ഞാലല്ലേ ബാക്കി എല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞത്. രാജ്യവും നീതിയും അതെന്താ?
രാജ്യവും നീതി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്ന് ഞാൻ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഞാൻ റോഡിൻ്റെ വലതുവശത്തൂടെ വണ്ടി ഓടിച്ച് പോയാൽ നാളെ കൺവെൻഷൻ ഉണ്ടാവില്ല. എന്താ കാര്യം? പോലീസ് പിടിക്കുന്നൊന്നുമല്ല, വല്ല പാണ്ടിൽ ലോറിയും കയറും. റോഡിൻ്റെ വലതുവശത്തൂടെ ഞാൻ വണ്ടി ഓടിച്ച് പോയാൽ നാളെ കൺവെൻഷന് ഞാൻ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? എന്ത്? നിയമം തെറ്റിച്ചപ്പോൾ ലോറി കയറി ഇറങ്ങി ആളും തീർന്നു. ലോറി കയറിയില്ല, പോലീസ് പിടിച്ചപ്പോൾ പോലീസ് ചോദിച്ചു, ഫൈനടയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനു ഫൈനടയ്ക്കണം? റോഡിൻ്റെ വലതുവശത്ത് കൂടി വണ്ടി ഓടിക്കാൻ പാടില്ല, ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നത് അമേരിക്ക എന്നാ, അമേരിക്കന്നാന്നേ. വഴി അറിയാത്തല്ല, അവിടെ വലതുവശത്തൂടാ. ഞാൻ പറയുകയാണ്, ഞാൻ അമേരിക്കയിൽ നിന്ന് വരികയാണ്, അവിടെ വലതുവശത്തൂടാണ്. പോലീസുകാരൻ എന്ത് മറുപടി പറയും? അതാ രാജ്യത്തിൻ്റെ നിയമം, ഇത് ഈ രാജ്യത്തിൻ്റെ നിയമം. അപ്പൊ എനിക്കെന്ത് മനസ്സിലായി? രാജ്യം മാറുന്നതിനനുസരിച്ച് നിയമം മാറും. രാജ്യം മാറുന്നതിനനുസരിച്ച് നിയമം മാറും. ഈ ലോകരാജ്യത്തിൻ്റെ നിയമമല്ല, ദൈവരാജ്യത്തിൻ്റെ നിയമം. രാജ്യം മാറുമ്പോൾ നിയമം മാറും. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ചിരിക്കണം. രാജ്യം മാറുമ്പോൾ നിയമം മാറും. ഈ രാജ്യത്തിൻ്റെ നിയമം ഒരു കരണത്തടിക്കുന്നവന് കുനിച്ചേർത്ത് ഇടിക്കുക. അതാണ് ഈ നാട്ടു നടപ്പ്. ഒരു ഈത്ത വിളിക്കുന്നവന് 10 ഈത്ത വിളിക്കുക. 1/2 സെന്റ് മാന്തുന്നവൻ്റെ 1 സെന്റ് മാന്തുക. ഇതാണ് ഈ നാട്ടു നടപ്പ്. ഒരു പാര വെക്കുന്നവന് 9 പാര വെക്കുക. ഇത് ഈ രാജ്യത്തിൻ്റെ നിയമം, ഇത് ഈ രാജ്യത്തിലെ നടപ്പ്. എന്നാൽ യേശു പറയുകയാണ്, ദൈവരാജ്യത്തിൻ്റെ നിയമം ഒരു കരണത്തടിച്ചവന് മറുകരണം കാണിച്ചു കൊടുക്കുക. മറുകരണം കാണിച്ചു കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ, തങ്കശ്ശേരി വരെ പോകാൻ ആവശ്യപ്പെട്ടവൻ്റെ കൂടെ ചിന്നക്കട വരെ പോവുക. 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറരുത്. ദുഷ്ടനെ എതിർക്കരുത്. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പീഡിപ്പിക്കുന്നവനെ അനുഗ്രഹിക്കണം. ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഈ ചെറിയവരിൽ ഒരുവനെ പോലും നിസ്സാരനായിട്ട് കരുതരുത്. സഹോദരനെ ഭോഷാന്ന് വിളിക്കരുത്. കോപിക്കരുത്. ആസക്തിയോടെ സ്ത്രീയെ നോക്കരുത്. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ നിയമം പാലിക്കാൻ കേട്ടോണം. ഈ നിയമം വചനം എന്തായിരുന്നു? ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കാതിരിക്കാനുള്ള വഴി. ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരില്ല. എന്ത് ചെയ്താൽ? നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ രാജ്യത്തിൻ്റെ ഏജന്റുമാരെ ഇറങ്ങി വന്ന് നടത്തിത്തരും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ടാതിരിക്കാനുള്ള കൃപ എങ്ങനെയത് കിട്ടുന്നത്? ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കുടുംബം ഒരു തീരുമാനം എടുക്കുകയാണ്. ദൈവമേ, നീ എന്നെ യേശുവിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? യേശുവിനെ പോലെ ആക്കാനാണ്. രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് യേശുവിനെ പോലെ ആകാൻ ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ അയാൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: യേശുവാണ് ഈ സ്ഥാനത്തെങ്കിൽ എന്ത് പറഞ്ഞേനെ
എങ്ങനെ പ്രതികരിച്ചേനെ, എങ്ങനെ ചിന്തിച്ചേനെ, എങ്ങനെ പെരുമാറിയേനെ? യേശുവാണ് ഈ സ്ഥാനത്തെങ്കിൽ. ഒരു വചനം വായിക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനം. ഗലാത്യർ 2:20 പെട്ടെന്ന് വായിക്കാം. ഗലാത്യർ 2:20. ഈ ഗലാത്യർ 2:20 വായിക്കുന്നതിന് മുമ്പ് 2 കൊരിന്തോസ് 5:12 വായിക്കുക. 2 കൊരിന്തോസ് 5:12 സോറി 2 കൊരിന്തോസ് 5:14. 2 കൊരിന്തോസ് 5:14-15 വായിക്കാം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. അതായത് ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു, അതിനാൽ എല്ലാവരും മരിച്ചുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. 15-ാമത്തെ വാക്യം. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതായത് നാം യേശുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ കേൾക്കുക. നാം യേശുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. എന്ന് പറഞ്ഞേ, നാം യേശുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. ഇനി നാം എങ്ങനെയാണ് യേശുവിന് വേണ്ടി ജീവിക്കുന്നതെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കുന്നതാണ് ഗലാത്യർ 2:20 വായിക്കാം. ഞാൻ ഗലാത്യർ 2:20 വായിക്കാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. അതായത് മാമോദീസ സ്വീകരിച്ചപ്പോൾ നാം അവൻ്റെ കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും പങ്കാളികളായി. നാം യേശുവിനോടുകൂടെ കൊല്ലപ്പെട്ടു, യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, യേശുവിനോടുകൂടെ ഒന്നായി മാറി. ഇതാണ് മാമോദീസ. നാം യേശുക്രിസ്തുവിൻ്റെ അവയവങ്ങളായി മാറി. ഇതാണ് മാമോദീസ. അപ്പം നാം യേശുവിലായി, യേശു നമ്മിലായി. നാം യേശുവിലായി, യേശു നമ്മിലായി. നിങ്ങളുടെ ഇടത്ത് കൈ എടുത്തേ. ഇടത്ത് കൈ കൊണ്ടുവന്നവർ ഇടത്ത് കൈ. ഓക്കെ, വലത്ത് കൈ. ഇനി ഇത് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഇങ്ങനെ ഒരു കൈയുടെ അകത്ത് മറു കൈ വെക്കുക. വെച്ചോ. ഇപ്പോൾ നിങ്ങളുടെ വലത് കൈ എവിടാണ്? ഇടത് കൈയുടെ അകത്താണ്. നിങ്ങളുടെ ഇടത് കൈ എവിടാണ്? ഇതാണ് മാമോദീസയിൽ സംഭവിക്കുന്നത്. നാം യേശുവിലും യേശു നമ്മിലും. നാം യേശുവിലും യേശു നമ്മിലും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നാം യേശുവിലും യേശു നമ്മിലും. അപ്പൊ നാം അവനോടുകൂടി ഒന്നായി കാണപ്പെട്ടു മാമോദീസയിൽ. അങ്ങനെ നമ്മൾ ഒന്നായപ്പോൾ ഗലാത്യ ലേഖനം 2:20 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്. ഇനി എൻ്റെ ജീവിതം ജീവിക്കുന്നത് ഞാനല്ല, പിന്നെ ആരാ? യേശുവാണ്. ചേട്ടൻ്റെ പേര് പറ. ജോൺസൺ. ജോൺസന് മാമോദീസായ്ക്ക് ശേഷം ജോൺസനായിട്ടൊരു ജീവിതമില്ല. മാമോദീസായിൽ മാമോദീസ പേരിടുവോ? ഇടുമല്ലോ, ഇടും. എൻ്റെ ഡാനിയേൽ എന്ന പേര് മാമോദീസ പേരാണ്. എൻ്റെ അതിന് മുമ്പത്തെ പേര് വേറെയാണ്, മാമോദീസ പേരാണിത്. അപ്പം മറ്റേ പേരെന്താണ്? മറ്റേ പേര് ഗൊൺസാൽവസ്. അപ്പോൾ അയ്യോ, അപ്പോൾ അതായത് ഈ പിന്നെ ഇത് ഡാനിയേൽ എൻ്റെ മാമോദീസ പേരാണ്, മാമോദീസ പേര്. എന്തിനാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് എനിക്ക് ഈ പേരിട്ടത് ഡാനിയേൽ? വല്ല ഡിക്രൂസ്ന്നോ അങ്ങനെ കേട്ട നല്ല ഡാനിയേൽ അതെൻ്റെ മാമോദീസ പേരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, മാമോദീസയ്ക്ക് എന്തിനാണ് ഒരു പുതിയ പേരിട്ടത്? പഴയ പേരുണ്ടല്ലോ, പഴയ പേരില്ലേ, പിന്നെന്തിനാണ് പുതിയ രണ്ടാമതൊരു പേരൂടെ? പറ. മാമോദീസായിൽ പഴയ ആള് ഹലോ, പഴയ ആള് കുളിച്ചതല്ല. പഴയ ആളെന്ത് ചെയ്തു? പറയുന്നുണ്ടോ? മാമോദീസായി പഴയ ആൾക്ക് എന്ത് സംഭവിച്ചെന്ന്? ഈ പഴയ പേരുള്ള പഴയ ആൾക്ക് എന്ത് സംഭവിച്ചു? പറ. ഞാൻ കേൾക്കുന്നില്ല. മരിച്ചു. അതാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പേടിയാണോ മരിക്കാൻ? പിന്നെ പറയാൻ പേടിയാണോ? മാമോദീസായിൽ പഴയ ആൾക്ക് എന്ത് സംഭവിച്ചു? മരിച്ചു. പിന്നെ അമ്മച്ചിയുടെ
മാമോദീസ പേരെന്താ? അരുൾ മേരി. പഴയ പേരെന്താ? ഇല്ല. പോൾസൻ്റെയോ? പൗലോസ്. മാമോദീസ പേര്. പുതിയ പേരോ? പോൾസൺ. പഴയ പേര് പോൾസൺ ആണോ? ആ പേരേ എടുത്തുള്ളൂ. ഓക്കെ. ശരി, ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഹിന്ദു ഓം പ്രകാശ് ഹിന്ദു ആയിരുന്നു. മാമോദീസ മുങ്ങിയപ്പോൾ ജോൺ പോളായി. എൻ്റെ ചോദ്യം, ഓം പ്രകാശ് തന്നെ ഇട്ടാൽ പോരായിരുന്നോ? ഓം പ്രകാശ് തന്നെ ഇട്ടാൽ പോരായിരുന്നോ? പോരാ. എന്തിനാണ് ഓം പ്രകാശ് മാമോദീസ മുങ്ങിയപ്പോൾ ജോൺ പോൾ എന്ന പേര് സ്വീകരിച്ചത്? ഓം പ്രകാശ് മരിച്ചു. ഓം പ്രകാശ് മരിച്ചു. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കോട്ടയത്ത് ഒരു സ്ഥലത്തു നിന്ന് ഒരു പോലീസ് SI വിളിച്ചു. ആരെ? ഓം പ്രകാശിനെ. പഴയ കേസിൻ്റെ കാര്യങ്ങൾ പറയാൻ വിളിച്ചതല്ല. വിളിച്ചത്, നീ കോട്ടയത്ത് വരുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? അപ്പോൾ ആ ഫോൺ കട്ട് ചെയ്ത ഉടനെ വണ്ടിയിലിരുന്ന് പറഞ്ഞു, എൻ്റെ പഴയ ജീവിതം അറിയാവുന്ന SI ആണ്. എനിക്ക് സംഭവിച്ച മാറ്റം കണ്ടപ്പോൾ ഇന്ന് എന്നെ കണ്ടിട്ട് പറയുകയാണ്, നീ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? പണ്ട് ഓടിച്ചിട്ട് പിടിച്ചടിച്ചോണ്ടിരുന്ന പോലീസുകാർ ഇന്ന് പറയുകയാണ്, നീ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം. അപ്പോ ഓം പ്രകാശ് മരിച്ചു. പുതിയ ആള് ജോൺ പോൾ വന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ ഇനി ഓം പ്രകാശിന് ഓം പ്രകാശായിട്ടൊരു ജീവിതം ഇല്ല. ഇനി ഓം പ്രകാശ് ജീവിക്കുന്നെങ്കിൽ ആരുടെ ജീവിതം ജീവിക്കണം? യേശുവിൻ്റെ ജീവിതം ജീവിക്കണം. അതാണ് ഈ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് മരിച്ചിരിക്കുന്നു. ഇനി ഞാനല്ല ജീവിക്കുന്നത്, മറിച്ച് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജോൺസന് ഇനി ജോൺസന്റെ ജീവിതം ഇല്ല, യേശുവിൻ്റെ ജീവിതമേ ഉള്ളൂ. കല്യാണം കഴിച്ചാണോ? ഭാര്യയുണ്ടോ? ഭാര്യയുമായിട്ട് വഴക്കുണ്ടാവുമോ? ഇടയ്ക്കുണ്ടാവും. ഉണ്ടായില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ കണ്ണ് തന്നെ. വഴക്കുണ്ടാവുമോ? അപ്പം നോർമലാണ്, നോർമൽ കുടുംബജീവിതമാണ്. അല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. വഴക്കില്ലെങ്കിൽ വഴക്കുണ്ടല്ലോ, ഉണ്ട്. ഭാര്യ ജോൺസൺ ഇഷ്ടപ്പെടാത്ത വാചകങ്ങൾ പറയുമോ? പറയും. ജോൺസൺ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തതും പറയും. അപ്പോൾ ഭാര്യ ഒരിക്കലും വഴക്കുണ്ടായപ്പോൾ ജോൺസൺ ഇഷ്ടപ്പെടാത്ത 2 വർത്താനം പറഞ്ഞു. അപ്പം ജോൺസന്റെ സ്വഭാവം അനുസരിച്ച് ജോൺസൺ എന്ത് ചെയ്യും? തിരിച്ച് 2 എണ്ണം പറയും, അല്ലെങ്കിൽ തലയ്ക്കൊരു കൊട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യരുത് അങ്ങനൊന്നും. എന്നാലും 2 എണ്ണം പറയുമെങ്കിലും ചെയ്യും. ജോൺസനോട് പരിശുദ്ധാത്മാ പറയാണ്, ജോൺസാ, നിനക്കിനിയൊരു ജീവിതമില്ല. എന്താ? നീ മരിച്ചു. ജോൺസാ, നീ മരിച്ചു. ഇനി നിനക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ, നിനക്ക് ജീവിക്കണമെങ്കിൽ ഇനി ജോൺസനായിട്ട് ജീവിക്കാൻ അനുവാദമില്ല. ജോൺസൺ എവിടെ താമസിക്കുന്നത്? കുരിപ്പുഴയിലെ ജോൺസൺ ഇനി ജോൺസനായിട്ടൊരു ജീവിതം ഇല്ല. ഇനി ജോൺസന് ജീവിക്കണമെങ്കിൽ കുരിപ്പുഴയിൽ ആരായിട്ട് ജീവിക്കണം? യേശുവായിട്ട് ജീവിക്കണം. യേശുവായിട്ട്. അങ്ങനെ യേശുവായിട്ട് ജീവിക്കുന്ന ജോൺസനെയാണ് ഭാര്യ ചീത്ത വിളിച്ചത്, ഭാര്യ വള്ളു പറഞ്ഞത്. ജോൺസൺ ആയിരുന്നേ 2 തിരിച്ചു പറഞ്ഞേന്. യേശു ആണെങ്കിലോ അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും അവൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ അവൻ മുഖം തിരിച്ചില്ല. അപ്പൊ ജോൺസൺ ഇനി ഭാര്യ ഒന്നും പറയാൻ പറ്റില്ല. പറ്റരുത്. അങ്ങനെ ജോൺസൺ ഈ ഒരു വിഷയത്തിൽ യേശുവിനെ പോലെ ആകാൻ ദൈവകൃപയിൽ ആശ്രയിച്ചാൽ ജോൺസന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇനി ജോൺസന് പ്രാർത്ഥിക്കേണ്ടി വരില്ല. പിടികിട്ടുന്നോ? ഞാൻ നിങ്ങളുടെ ഓട്ടം അവസാനിപ്പിച്ചു തരാം. ഞാൻ നിങ്ങളുടെ അലച്ചിലുകൾ അവസാനിപ്പിച്ചു തരാം.
ഞാൻ നിങ്ങളുടെ പലായനങ്ങളും നെട്ടോട്ടങ്ങളും ഇന്ന് രാത്രി കൊണ്ട് തീർത്തു തരാം. നിങ്ങൾക്ക് യേശുവിനെ പോലെ ആവാൻ ഒരാഗ്രഹമുണ്ടായാൽ നിന്റെ വീടിനെ ഒരു രാജാവിന്റെ കുടുംബം പോലെ ദൈവം പരിപാലിക്കും. ഒരു രാജാവിന്റെ കുടുംബം പോലെ ദൈവം പരിപാലിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നു? അപ്പൊ യേശു എന്തിനാ വിളിക്കുന്ന അറിയാമോ? യേശു വിളിക്കുന്നത് എന്തിനാ? പറ. യേശുവിനെ പോലെ ആക്കാൻ. അപ്പോഴാണ് പിശാച് പറയുന്നത്, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, നമുക്ക് പച്ചരി പ്രശ്നം തീർന്നാ മതി, നമുക്ക് പാമോയിൽ വിഷയം തീർന്നാ മതി, നമുക്ക് വീട്ടിലെ കടം തീർന്നാ മതി, നമുക്ക് കുഞ്ഞ് കാനഡയിൽ എത്തിയാൽ മതി, നമുക്ക് ഇസ്രായേലിലേക്ക് പോകാനുള്ള തടസ്സം മാറിയാ മതി. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇസ്രായേലിൽ പോകാൻ പ്രാർത്ഥിക്കുന്ന നിന്നോട് യേശു പറയുന്നു, ഇസ്രായേലിന്റെ മണ്ണിലൂടെ ജീവിച്ച് നടന്ന് ജീവിച്ച് കുരിശേക്കേറിയ യേശുവിനെ പോലെ ആവാൻ നീ തീരുമാനിച്ചാൽ നിന്നെ ഇസ്രായേലിൽ മാത്രമല്ല അമേരിക്കയിലും ദൈവം കൊണ്ടുവന്ന് നിർത്തും. മനസ്സിലായോ? അതായത് നീ യേശുവിനെ പോലെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് സ്വിച്ചിട്ട പോലെ ഇങ്ങനൊന്നും ആവില്ല. ഓരോ ചെറിയ കാര്യങ്ങൾ എടുക്കുക, ഓരോ ചെറിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, നീയാണ് എൻ്റെ ഈ സ്ഥാനത്തെങ്കിൽ എന്ത് പറഞ്ഞേനെ, എങ്ങനെ പ്രതികരിച്ചേനെ, എങ്ങനെ വർത്താനം പറഞ്ഞേനെ, എങ്ങനെ ക്ഷമിച്ചേനെ, എങ്ങനെ സഹിച്ചേനെ. ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുക, കർത്താവിൽ ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിച്ച എൻ്റെ പ്രിയ മക്കളെ, നമ്മുടെ ജീവിതം മൊത്തം മാറും. പിന്നെ നിങ്ങൾക്ക് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി കിടന്നോടേണ്ട ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവുന്നേ ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമാണ് ബൈബിൾ വായിക്കാൻ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമാണ് ബൈബിളിലിരുന്ന് പഠിക്കാൻ, പിന്നെ ഇഷ്ടം പോലെ സമയമാണ് ദേശത്തിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ, പിന്നെ ഇഷ്ടം പോലെ സമയമാണ് മാനസാന്തരപ്പെടാത്ത ആളുകൾക്ക് വേണ്ടി, മദ്യപാനത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി, മയക്കുമരുന്നിന് അടിമകളെ യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടി മുട്ടയിൽ നിന്ന് കൈവിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമാണ്. കാരണം എന്താണ്? നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ സ്വർഗം നടത്തി തന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെന്നാലോചിച്ച് നോക്ക്. ഞാൻ ഒരു അച്ഛൻ, കാണുമ്പോൾ വലിയ പ്രശ്നമുണ്ടെന്ന ആളായിട്ട് തോന്നുന്നില്ലെങ്കിലും എത്ര ജീവിതങ്ങളുണ്ട് എൻ്റെ കൂടെ, എത്ര ജീവിതങ്ങളുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ട്, ശുശ്രൂഷകരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്. ഇതിലേത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏത് നിസാര പ്രശ്നവും എന്നെ അലട്ടും. എന്നെ അലട്ടും. ഇനി അത് മാത്രമാണോ? ധ്യാനകേന്ദ്രത്തിലെ കാര്യങ്ങൾ, മറ്റ് ശുശ്രൂഷയുടെ കാര്യങ്ങൾ, ഇഷ്ടംപോലെ മിനിസ്ട്രികൾ, ഒരുപാട് കാര്യങ്ങൾ, തിരക്കുകൾ. നിങ്ങളെന്നാലോചിച്ച് നോക്കുക. ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വേവലാതിപ്പെട്ട് നടന്നാൽ എനിക്ക് വചനം ചോദിച്ച് യേശുവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുമോ? എനിക്ക് വചനം പഠിക്കാൻ പറ്റുമോ? എനിക്ക് വചനം പ്രസംഗിക്കാൻ ലോകാന്തരങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല. കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി അതെല്ലാം ആരേറ്റെടുക്കണം? യേശു ഏറ്റെടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെന്നാലോചിച്ച് നോക്ക്. ഇപ്പോൾ എൻ്റെ കൂടെ പാട്ട് പാടുന്ന പോൾസനോ ക്രിസ്റ്റഫറോ ആരെങ്കിലും ഇപ്പോൾ അവരുടെ വീട്ടിലെന്നും പ്രശ്നവും വഴക്കും ബഹളവും ആട്ടിയും ഇടിയും വാറും അതും ദാരിദ്ര്യം കഷ്ടപ്പാടും രോഗവും ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ശുശ്രൂഷയിൽ സമാധാനം ഉണ്ടാവുമോ? പറ. ഉണ്ടാവത്തില്ല. കാരണം അത് തീർക്കാൻ ഞാൻ അതിൻ്റെ പുറകെ പോകേണ്ടി വരും. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ഒരു കാര്യമില്ലാതെ, ഒരു മനസമാധാനക്കേടുമില്ലാതെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ ദൈവം എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് അവസരം തരുന്നു, കൃപ തരുന്നു, ഭാഗ്യം തരുന്നു, സമയം തരുന്നു, സാവകാശം തരുന്നു. ബാക്കി എല്ലാ ഭൗതിക കാര്യങ്ങളും ആരോ നമുക്ക് വേണ്ടി നമുക്ക് പകരം നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നിങ്ങൾ വിചാരിക്കരുത് അത് അനിലച്ഛനായതുകൊണ്ട്, അല്ലെ അച്ഛനായതുകൊണ്ട്, സിസ്റ്റർ ആയതുകൊണ്ട്. നോ. കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ അച്ഛനും കന്യാസ്ത്രീ അൽമേനി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അവിടെ എല്ലാവരും ദൈവമക്കൾ, എല്ലാവരും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, സകല മനുഷ്യരുടെ അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിശാച് നമ്മളോട് പറയും, എന്ത് പറയും? യേശുവിനെ പോലെ ആകരുത്, യേശുവിനെ പോലെ ആകരുത് എന്ന് വഴക്കിടാൻ ആര് പറയും? പിശാച് പറയും. വഴക്കിട്ട് കേസ് കൊടുത്ത് വാങ്ങടാ ആര് പറയും? പിശാച് പറയും. യേശുവിനെ പോലെ ആകാൻ പരിശുദ്ധാത്മാവ് പറയും. അപ്പം അതുകൊണ്ട് ഇത് ഓർത്തോണം. പിശാച് ബാധിതൻ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ നന്നാവില്ല എന്ന് പറയാനാണ്. എന്നാൽ യേശു അവനിലുള്ള അശുദ്ധാത്മാവിനെ പുറത്താക്കി. അശുദ്ധാത്മാവിനെ വായിക്കാം. ഒത്തിരി സമയം പോയി, എന്നാലും വേണ്ടില്ല, ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്.
വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഉറക്കെ വായിക്കൂ. മർക്കോസ് 5:8 വായിക്കാമോ? കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. ശ്രദ്ധിക്കുക. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പോ യേശു കൽപ്പിച്ചിരുന്നു. എന്ത് കൽപ്പിച്ചു? എന്താ കൽപ്പിച്ചത്? യേശു എന്താ കൽപ്പിച്ചത്? യേശു എന്താ കൽപ്പിച്ചത്? അശുദ്ധാത്മാവേ, അശുദ്ധാത്മാവേ. യേശു എന്താണ് പിശാചിനെ വിളിച്ചത്? അൺക്ലീൻ സ്പിരിറ്റ്, അൺക്ലീൻ സ്പിരിറ്റ്. അശുദ്ധാത്മാവ്. അൺക്ലീൻ സ്പിരിറ്റ് ഈസ് ദ സ്പിരിറ്റ് വിച്ച് മേക്ക് യു അൺക്ലീൻ. അശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അശുദ്ധരാക്കുന്ന ആത്മാവ്. അശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അശുദ്ധരാക്കുന്ന ആത്മാവ്. പരിശുദ്ധാത്മാവോ? വായിച്ചേ. ലൂക്ക 1:34-35. ലൂക്ക 1:34-35 പെട്ടെന്ന് വായിക്കാം. മറിയം ചോദിച്ചു. ലൂക്ക 1:34 പെട്ടെന്ന് വായിക്കാം. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു. വായിക്കൂ, ഉറക്കെ വായിക്കൂ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ. കണ്ടോ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധനുണ്ടാവും. അശുദ്ധാത്മാവ് വരുമ്പോ അശുദ്ധരുണ്ടാവും. അപ്പൊ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനോട്, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ. അപ്പൊ നമ്മൾ ആരായി മാറും? പരിശുദ്ധരായിട്ട് മാറും. അതായത് നമുക്ക് യേശു പറഞ്ഞ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു കഴിവില്ല എന്ന് വിചാരിക്കാം. യേശു പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. എന്താ? ക്ഷമിക്കാൻ പറ്റുന്നില്ല, തോക്കാൻ പറ്റുന്നില്ല, വഴക്കുണ്ടാകുന്ന സമയത്ത് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ സമയത്ത് പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പരിശുദ്ധാത്മാവ് വരും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈശോ പറഞ്ഞ കാര്യങ്ങൾ അനുസരിപ്പിക്കാനുള്ള സഹായത്തിന്റെ പേരാണ് ആര്? ഒരു വചനം വായിച്ച്. യോഹന്നാൻ 14:15. പെട്ടെന്ന് വായിക്കണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങളുടെ പക്കലേക്ക് അയക്കുകയും ചെയ്യും. അതായത് കേട്ടോണം, എന്തായാലും കാണത്തില്ല, എന്തായാലും അവിടെ ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും കാണത്തൊന്നുമില്ല. എന്നാൽ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കേ. യോഹന്നാൻ 14:15 എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ. അപ്പം നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവെന്താ? യേശുവിൻ്റെ കൽപ്പന പാലിക്കും. നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഈ ഉറക്ക കല്ലേലിയ പറയുന്നതല്ല, പള്ളി വരുന്നതും അല്ല. യേശുവിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് യേശു പറഞ്ഞ കുഞ്ഞു കാര്യങ്ങൾ പാലിക്കാൻ തയ്യാറാണ്. ഇതാണ് യേശുവിനെ സ്നേഹിക്കുന്നു. അപ്പം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഇനി ഞാൻ പിതാവിനോട് അപ്പം നിങ്ങൾ ആലോചിക്കേ, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഭാഗമാണിത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങളുടെ പക്കലേക്ക് അയക്കുകയും. കേട്ടോണേ, സഹായകനെ തരും. ഞാൻ ഉദാഹരണം ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ വരണം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ടാൻസാനിയയ്ക്ക് വരണം. അപ്പോൾ ടാൻസാനിയയ്ക്ക് വരണം. നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം എന്താ? ഒന്ന്, നിങ്ങൾക്ക് വിസ ഇല്ല, പാസ്പോർട്ടില്ല,
ടിക്കറ്റ് എടുക്കാൻ പൈസയില്ല, ടാൻസാനിയ എവിടെയാണ് ഈ കുന്തമെന്ന് അറിയത്തുമില്ല. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറയുകയാണ്, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഡിസംബർ 23 ടാൻസാനിയയെ വെച്ച് കാണാം. അപ്പോൾ ഇപ്പം നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താ? ദൈവമേ, ടാൻസാനിയ എവിടാന്ന് പോലും അറിഞ്ഞൂടാ. ഒന്ന്. രണ്ടാമത്തെ കാര്യം പാസ്പോർട്ടില്ല. മൂന്നാമത്തെ കാര്യം വിസ ഇല്ല. നാലാമത്തെ കാര്യം ടിക്കറ്റ് എടുക്കാൻ കാശുമില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ നമ്മുടെ വികാരിയച്ഛനോട് പറഞ്ഞ് നിങ്ങളെ ടാൻസാനിയയിൽ എത്തിക്കാൻ വേണ്ടി ആ കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ പറ്റുന്ന ഒരാളെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കും. ഇപ്പം നിങ്ങളുടെ പ്രശ്നം മാറിയോ? ഇനിയിപ്പം നിങ്ങൾ ടാൻസാനിയയ്ക്ക് പോകാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന്, നിങ്ങൾ തയ്യാറായാൽ മതി. രണ്ട്, നിങ്ങൾ ഈ സഹായിക്കാൻ വരുന്ന ആളുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. ഇത്രയും പിടി കിട്ടിയോ? ഇതുപോലാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. എൻ്റെ കൽപ്പന പാലിക്കും. കൽപ്പന പാലിക്കാൻ വയ്യാതെ പെട്ട് കിടക്കാം നമ്മൾ, അല്ലേ? അയ്യോ അങ്ങനെ പറയരുത്. സ്നേഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഒരു 2 വർത്താനം പറയുമ്പോൾ 2 തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല സാറേ, ഒരു സമാധാനമില്ല. അപ്പോൾ സ്നേഹമൊക്കെ ഉണ്ട് കർത്താവിനോട്. കാരണം ഓരോ ദുഃഖ വിളിക്കും ഈ പാനയൊക്കെ പാടി എന്തോരം കരയുന്ന ആളാണ് ഞാൻ. കുരിശൻ്റെ വഴി ചൊല്ലുമ്പോഴെല്ലാം കരച്ചില്ല. സ്നേഹമുണ്ട് കർത്താവ്. എന്നാൽ എനിക്ക് ഈ അയൽവക്കക്കാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തിരിച്ചു പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് സ്നേഹമുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞ് സ്നേഹത്തെ അപ്പോൾ പറയുകയാണ്, ഇല്ല അങ്ങനെയല്ല. സ്നേഹമുണ്ടെങ്കിൽ നീ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കണം. ഇപ്പം നമ്മൾ പറയുകയാണ്, കർത്താവേ, പഴയ നിയമത്തിലെ കൽപ്പന തന്നെ പാലിക്കാൻ പാടുപെട്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, പഴയ നിയമത്തിലെ കൽപ്പന പാലിക്കാനാണോ എളുപ്പം, പുതിയ നിയമത്തിലെയാണോ? മോനെ, പഴയ നിയമത്തിലെ കൽപ്പനയാണോ പാലിക്കാൻ പാട്, പുതിയ നിയമത്തിലെയാണോ? പഴയതാണോ പുതിയ? ഉദാഹരണം, പഴയ നിയമത്തിലെ കൽപ്പനകൾ: നിന്റെ ദൈവമായ കർത്താവല്ലാതെ വേറൊരു ദൈവം ഉണ്ടാവരുത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം, കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്, പിന്നെന്താ, മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, വസ്തുക്കൾ ആഗ്രഹിക്കരുത്. പഴയ നിയമത്തിലെ കൽപ്പനകൾ പ്രയാസമാണോ എളുപ്പമാണോ? എളുപ്പമാണോ? കുറച്ചൊക്കെ എളുപ്പമാണ് അല്ലേ? കൊല്ലരുത്, ഒരു കോഴിയെപ്പോലും ഇന്ന് വരെ കൊന്നിട്ടില്ല. ഓക്കെ. പിന്നെ ഓക്കെ, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, 2 തേങ്ങയൊക്കെ അറിയാതെ എടുത്തെങ്കിലായി. വലിയ മോഷണം, ബാങ്ക് കവർച്ച, പിന്നെ അങ്ങനെയൊന്നുമില്ല. പത്രത്തിൽ വായിച്ചുള്ള അറിവുള്ളൂ അതിനെക്കുറിച്ചൊക്കെ. പിന്നെ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിക്ക് 10 രൂപ കിടന്നു, അതാരും കാണാതെ എടുത്ത് പോക്കറ്റിട്ടു. അങ്ങനെ ചെറിയ 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 പരിപാടികളേ ഉള്ളൂ, അല്ലേ? കേട്ടോണേ. എന്നാൽ പുതിയ നിയമത്തിലെ കൽപ്പന വരുമ്പോൾ കൊല്ലരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, കോപിക്കരുത്. കോപിക്കുന്നവൻ നരകാഗ്നിക്ക് ഇരയായിത്തീരും. അയ്യോ. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ അപ്പപ്പോ അമ്പമ്പോ. ഓക്കെ. നിങ്ങൾ കേട്ടിട്ടുണ്ട് വ്യഭിചാരം ചെയ്യരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ അഥവാ പുരുഷനെ, അങ്ങനെയുണ്ട്. ഇത് ഒരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന പാപമല്ല. ആസക്തിയോടെ സ്ത്രീയെ അഥവാ പുരുഷനെ ആസക്തിയോടെ നോക്കിയാൽ ചെയ്തു കഴിഞ്ഞെന്ന്. അയ്യോ, ചെയ്തു കഴിഞ്ഞെന്ന്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയാൽ ഒരുപാട് തവണ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ചെയ്യുമെന്നല്ല, ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കേട്ടോണേ. അല്ലല്ല, പഴയ നിയമത്തിനായി എളുപ്പമായിരുന്നു. മനസ്സിലായോ? കൊന്നാലേ ഉള്ളായിരുന്നു കുഴപ്പം, ഇപ്പൊ കോപിച്ചാൽ കുഴപ്പം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഏതാ പാട്? പുതിയ നിയമമാണ് പാട്, അല്ലേ? പഴയ നിയമത്തിലെ കൽപ്പന തന്നെ അനുസരിക്കാൻ പരിശ്രമിച്ചിട്ട് പെട്ടു നിൽക്കുന്ന നമ്മളോട് ഈശോ പറയാണ്, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന ഏതാണെന്നറിയണമെങ്കിൽ മത്തായി 5, 6, 7. ഇപ്പോൾ വായിക്കണ്ട, മത്തായി 5, 6, 7. അതിനകത്തുനിന്നാണ് ഞാൻ പറഞ്ഞത്. ഏതാ? ചോദിക്കുന്നവന് കൊടുക്കുക,
വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനോട് ഒഴിഞ്ഞു മാറരുത്. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോകണം. അതായത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുത്തൻ ചോദിക്കുകയാണ്, സാറേ തിരുവനന്തപുരത്തിന് വന്ന വഴി എങ്ങനെയാ? തിരുവനന്തപുരത്തിനോ? കേരള, എൻ്റെ വണ്ടി, ഞാൻ കൊണ്ടോ? അങ്ങനെ ചെയ്യണമെന്നാണ്. 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോകണം. ഇങ്ങനെ മത്തായി 5, 6, 7 പറഞ്ഞിരിക്കുന്ന കൽപ്പനകളാണ് യേശുവിൻ്റെ കൽപ്പനകൾ, അല്ലേ? യേശുവിൻ്റെ കൽപ്പന. ഭയങ്കര പാടാണിത്, നിസ്സാരമല്ലത്. ഞാൻ ഒരു ദിവസം വട്ടപ്പാറ ജംഗ്ഷനിൽ കൂടെ വണ്ടി ഓടിച്ച് എൻ്റെ ഇടവ് പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് രാവിലെ ഒരുത്തൻ മുടിയൊക്കെ സ്പൈക്ക് ചെയ്ത് ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ മയില് പീലി വിടർത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ജോക്ക് അടിക്കാൻ തോന്നിയിട്ട് ഞാൻ വണ്ടിയിലിരുന്ന് ഒരു നേരമ്പോക്ക് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ചിരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിലേക്ക് ചെന്ന് സുവിശേഷം വായിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്ന് സുവിശേഷം തുറന്നപ്പോൾ, ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. പാടാ അല്ലേ? പാടാ. ഞാനൊരിക്കൽ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഒരുത്തം കൊണ്ടുവന്ന് എൻ്റെ വണ്ടിയിൽ ഉരച്ചിട്ട് പോയി. എൻ്റെ വണ്ടിയിൽ 100% എൻ്റെ തെറ്റല്ല, അവൻ്റെ തെറ്റാണ്. എന്നിട്ട് ഞാൻ പ്രസംഗിച്ച് എൻ്റെ തൊണ്ടയെല്ലാം പോയി. പറഞ്ഞാലിങ്ങനെ കാറ്റ് മാത്രമേ വരൂ, അങ്ങനൊരു ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ വള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരുത്തം വന്ന് ഉരച്ചിട്ട് അവൻ ചൂടാവുകയാണ് എൻ്റെ അടുത്ത്. എനിക്ക് തിരിച്ച് പറയണമെന്നുണ്ട്, കാരണം പക്ഷേ സൗണ്ടില്ല, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. എനിക്ക് തിരിച്ച് പറയണേ, നിൻ്റെ തെറ്റാണിത്. എന്നാലും ഞാൻ കുറേയൊക്കെ ഒപ്പിച്ച് അവനോട് പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്നാൽ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു. നീ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിച്ച് പോയി. തിരിച്ച് കയറി വന്ന് മുറിയിലോട്ട് കയറിയിട്ട്, അന്ന് ഞാൻ കോളേജിലുള്ള സമയത്താണ്, 2010, 11, 12 ആ കാലം, ഏതോ ഒരു വർഷമാണ്. അപ്പോൾ എനിക്ക് ഹോസ്റ്റലിലെ മുറിയിലോട്ട് കയറി വന്നിട്ട് എനിക്ക് സമാധാനമില്ല. ഇരിക്കുമ്പോൾ തോന്നുകയാണ് നിൽക്കണം, നിൽക്കുമ്പോൾ തോന്നുകയാണ് ഇരിക്കണം, ഇരിക്കുമ്പോൾ തോന്നുകയാണ് കിടക്കണം. വിശപ്പില്ല, ദാഹമില്ല, കുളിക്കണമെന്നില്ല, ഭക്ഷണം കഴിക്കണമെന്നില്ല. എനിക്ക് ഭയങ്കര വിഷമം വരികയാണ്. ഞാൻ വിചാരിക്കണം എന്തിനു വിഷമം? അവനോട് ചൂടായതിൻ്റെ വിഷമാണ് കേട്ടോ, അവനോട് ചൂടായതിൻ്റെ വിഷമാണ്. അപ്പോൾ ഒരു വചനം എൻ്റെ അകത്തൂടെ കയറി വരികയാണ്, എന്തുകൊണ്ട് ദ്രോഹം നിനക്ക് സഹിച്ചുകൂടാ, വഞ്ചന നിനക്ക് ക്ഷമിച്ചുകൂടാ. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലായ? പുതിയ നിയമത്തിലെ കൽപ്പനകൾ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇടിച്ചവനാണ്. അവനോട് പോലും നമുക്ക് ദേഷ്യപ്പെടാൻ. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഈ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ്റെ ഒരുക്കധ്യാനത്തിന് എറണാകുളത്തേക്ക് വണ്ടി ഓടിച്ച് പോവാണ്. ഇന്നോവ കാറാണ്. അപ്പോൾ അത് ഓടിച്ച് പോവാണ്. എൻ്റെ ഇടതുവശത്തൊരു സഹോദരൻ ഇരിപ്പുണ്ട്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് സ്തുതിച്ചൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ലോറി, വലിയ ലോറിയാണ്, നാഷണൽ ഹൈവേയുടെ ഒരു സ്ഥലത്ത് നടുക്കിട്ടിട്ട് ഇങ്ങനെ റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കിളി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, കിളി അറിയാവോ? അതാരാ? കിളി. എങ്ങനെയാ പേര് വന്നതെന്ന് പറഞ്ഞൂടാ. കിളി എന്നാണ് അയാളെ വിളിക്കുന്നത് അപ്പുറത്ത്, കിളി. അപ്പോൾ ആ കിളി ഉണ്ടല്ലോ, അങ്ങേരന്ന് ലീവായിരുന്നു, അങ്ങേരില്ല. ഓടിക്കുന്ന ഒരു വല്യപ്പൻ ഡ്രൈവർ തിരിച്ചോണ്ടിരിക്കുകയാണ്. തിരിച്ച് ഞാൻ വണ്ടി നിർത്തി. എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ റോഡ് കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. തിരിച്ച് വന്ന് എൻ്റെ ഇന്നോവയുടെ മുൻഭാഗം മുഴുവൻ ഇടിച്ച് ഇളക്കി വെളി വെക്കുന്ന രീതിയിലാക്കി. ഞാൻ ഓണടിച്ചിട്ടൊന്നും ഈ മനുഷ്യന് മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ട് വന്ന് ഇടിക്കുകയാണ് കേട്ടോ. അയാൾ തിരിക്കുകയാണ്, വണ്ടി തിരിക്കുകയാണ്. തിരിക്കുമ്പോൾ ഈ ലോറിയല്ലേ ഇതിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വന്ന് ഈ വണ്ടിയെല്ലാം ഇടിച്ച്. പറ എന്നാ ചെയ്യണം? ഈ പറ ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തന്നെ നമ്മൾ തമിഴ്നാട്ടുകാരോട് ഇടഞ്ഞിരിക്കുകയാണ്. അന്നേരമാണ് നമ്മളെ വണ്ടിയും കൂടെ നശിപ്പിച്ച് കളയും. പറ എന്നാ ചെയ്യണം? പറ എന്നാ ചെയ്യണം? വണ്ടിയൊന്നും ഇല്ലല്ലേ സ്വന്തമായിട്ട്. ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഇടതുവശത്ത് ഇരുന്ന ഈ സഹോദരൻ ചോദിച്ചു, അച്ഛാ നിർത്തണ്ടേ? ചോദിക്കണ്ടേ? ഞാൻ പറഞ്ഞു, ഞാൻ ലോഹയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു പുരോഹിതനാണ്. ഞാൻ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ ഒരുക്കധ്യാനത്തിന് പോവാണ്. ഒരക്ഷരം മിണ്ടാൻ നമുക്ക് ദൈവവചനം അനുവാദം തന്നിട്ട് ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ. ചെയ്തുകൊണ്ട് ഞാൻ പറയില്ല, ചെയ്യാത്തതുകൊണ്ട് ചെയ്തതുകൊണ്ട്, ചെയ്യാത്തതുകൊണ്ട് ചെയ്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. പാടാ അതിന് മാന്തുന്നവന് വിട്ടുകൊടുക്കാൻ പാടാ, പ്രയാസമാണ്. തിരിച്ച് തെറി വിളിക്കുന്നവനോട് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയട്ടെ, ഒരുത്തൻ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയാൽ അവനെ ഓവർടേക്ക് ചെയ്യാതെ എനിക്കൊരു സമാധാനമില്ല. എൻ്റെ കൂടെ വണ്ടിയെ വരുന്ന എല്ലാവർക്കും അറിയാം, ഒരുത്തൻ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയാൽ അവനെ ഓവർടേക്ക് ചെയ്യാതെ എനിക്കൊരു സമാധാനമില്ല.
എന്തൊരു പാടാ, എന്തൊരു പാടാ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇനി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവിനെ എന്തിനാണ് യേശു വാഗ്ദാനം ചെയ്തത്? പറ, എന്തിനാണ് യേശു പരിശുദ്ധാത്മാവ്, നാളെ ഇവിടെ വെച്ചേക്കണേ ഇതേ, എന്തിനാണ് യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തത്? യേശുവിനെ പോലെയാക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ വായിക്കണം റോമാലേഖനം 8-ാം അധ്യായം 26. റോമർ 8:26 വേഗം വായിക്കൂ. റോമർ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അപ്പൊ കണ്ടോ, നമ്മുടെ ബലഹീനതയിൽ. അപ്പൊ നമ്മുടെ ബലഹീനത എന്താണ് നമ്മുടെ ബലഹീനത? ഈ പാരഗ്രാഫിന്റെ അവസാനമാണ് 8:29 വായിച്ചത്. എന്തിനാണ് പിതാവ് നമ്മെ വിളിച്ചത്? തൻ്റെ പുത്രനെ പോലെ ആക്കാൻ. അപ്പൊ എന്താണ് നമ്മുടെ ബലഹീനത? പുത്രനെ പോലെ ആകാനുള്ള മനസ്സില്ലായ്മ. നമുക്ക് ആരായാൽ മതി? നമുക്ക് അംബാനി ആയാൽ മതി. നമുക്ക് യേശു ആകാൻ ഇഷ്ടമുണ്ടോ വല്ലവർക്കും? നമുക്ക് യൂസഫ് അലി ആയാൽ മതി അല്ലേ? നമുക്ക് അംബാനി ആയാൽ മതി, നമുക്ക് ടാറ്റയും ബിർള ആയാൽ മതി, പോരെ? യേശുവിനെ പോലെ ആവാൻ ആർക്കാ ഇത്ര ആഗ്രഹം? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും ആരായാൽ മതി? മാരുതി കാറുള്ളവന് ബെൻസ് കാറ് വാങ്ങിച്ചാൽ മതി. മനസ്സിലായോ? അല്ലാതെ മാരുതി കാറുള്ളവന് കാറ് വിട്ടിട്ട് നടന്നു പോകാൻ വല്ല ആഗ്രഹമുണ്ട്? യേശു നടന്നല്ലേ പോയേ? പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ ഉള്ളിൽ യേശു ആകാനുള്ള ആഗ്രഹം 99.9% ഇല്ല. ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. അതെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ 99% ആളുകൾക്കും യേശു ആകാനുള്ള ആഗ്രഹം ഉള്ള കാര്യം പറ. ആഗ്രഹം ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന അപകടത്തിൻ്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് യേശു ആകാൻ മരുമകളുണ്ടോ? ഉദാഹരണമാണ്. ഇതിൻ്റെ പേരിൽ അമ്മച്ചി ആരും ഒന്നും പറയത്തില്ല, അവിടെ ഇരിക്കുക. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, മരുമകളുണ്ടോ? മരുമകളോട് വലിയ സ്നേഹമാണോ? ആണ്. ചെറിയ വഴക്കൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും? ഇല്ല. അമ്മച്ചി കേരളത്തിലെ അപൂർവ ജനസുകളിൽപ്പെട്ട ഒരു അമ്മച്ചിയാണ്. ഞാൻ വല്ല കൊള്ളാവുന്ന അമ്മച്ചിമാരുണ്ടോ നോക്കട്ടെ. അപ്പോൾ അതായത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഈ യേശുവിനെ പോലെ ആകാൻ ഒരു പരിധി വരെ മനുഷ്യർക്ക് ആഗ്രഹം ഇല്ല, സത്യമായിട്ടില്ല. ഈ ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ പോലും നമ്മുടെ അകത്താര് വരണം? പരിശുദ്ധാത്മാവ് വരാതെ പറ്റില്ല. അതായത് തോറ്റു കൊടുക്കാൻ, ക്ഷമിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതായത് നമുക്കിട്ട് ഒരാൾ ഉപദ്രവം ചെയ്താൽ ആ ആളെ എങ്ങനെയെങ്കിലും ആ ആൾക്ക് ഇത്തിരി പ്രയാസം ഉണ്ടാവുന്നവരെ നമുക്ക് സമാധാനം ഉണ്ടോ? ഇപ്പം എന്നെ ഒരുത്തും ചീത്ത വിളിച്ചിട്ട് ഹലോ ഇങ്ങോട്ട് നോക്ക്, എന്നെ ഒരുത്തും ചീത്ത വിളിച്ചിട്ട് പോയെന്ന് വെച്ചോ, ബൈക്കേ കയറിപ്പോയി, പോകുന്ന വഴിക്ക് പട്ടി കുറുക്കി അടയാവും ബൈക്കിൽ നിന്ന് വീണു. അപ്പോൾ എന്നോട് എന്നെ പറഞ്ഞു, അച്ഛനെ ചീത്ത വിളിച്ചവൻ ബൈക്കിൽ നിന്ന് വീണു. എൻ്റെ പ്രതികരണം എന്തായിരിക്കും? ദൈവമുണ്ട് മോനെ. മനസ്സിലായോ? അപ്പൊ ആ പറച്ചിലിൻ്റെ അർത്ഥം എന്താണ്? ഇവൻ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ. അപ്പൊ എൻ്റെ പൊന്നു ചേച്ചി, സത്യം പറഞ്ഞാൽ യേശുവിനെ പോലെ ആവാനൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല. എന്നാൽ ദൈവം നമ്മെ വിളിച്ചത് യേശുവിനെ പോലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കൊല്ലത്ത് ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? വാടി. ഓൾറെഡി വാടിയോ? ആണോ? വാടി. അപ്പോൾ വാടിയെന്ന് വല്ലതും ആയിരിക്കും. വാടി. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ഈ വാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളിപ്പോൾ ഇത്രയും പേര് യേശുവിനെ പോലെ ആയാൽ വാടി എന്താവും? വാടി ഒരു മലർവാടിയാവും. അമ്മച്ചി. എന്നാൽ നമ്മൾ യേശുവിനെ പോലെ ആയില്ലെങ്കിലോ വാടി നരകമാവും. വാടിയെ നരകമോ സ്വർഗമോ ആക്കി മാറ്റുന്നത് അവിടെ ജീവിക്കുന്ന ദൈവമക്കളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് മനുഷ്യർ പറയണം, നിങ്ങൾ അനുഗ്രഹമാണ്, നിങ്ങൾ ഈശോയെ പോലാണ്. നിങ്ങളുള്ളത് കൊണ്ടാണ്
ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറിയാൽ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, യേശുവിനെ പോലെയാക്കാൻ നമ്മുടെ ബലഹീനം, നമുക്കതിന് കഴിവില്ലാത്തതുകൊണ്ട് ആര് നമ്മെ സഹായിക്കും? അപ്പോൾ വായിച്ചേ റോമർ 8:26. ഞാൻ ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? അതായത് ഓക്കെ, അപ്പോൾ അതായത് വന്ന വഴി പോവാം അല്ലേ? അപ്പോൾ അതായത് നിങ്ങൾ നോക്കിക്കോണം, റോമർ 8:26 വായിക്കൂ. റോമർ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞൂടെ? ഹലോ, അറിഞ്ഞൂടെ? വേണ്ട വിധം നിങ്ങൾക്ക് തിരക്കുണ്ടോ പോവാൻ? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിക്കട്ടെ, അറിഞ്ഞൂടെ? പറ മോളെ. വേണ്ട വിധം, നല്ല ചിരിയാണ് നിന്റെ, ഇങ്ങോട്ടേക്ക്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞൂടെ? പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടെ? ഈ കുരിശും പിടിച്ചോണ്ട് വന്നിട്ട് പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടെ? പ്രാർത്ഥിക്കാൻ അറിയാവോ? പിന്നെ ഈ പൗലോസ് അപ്പോസ്തലൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിരിക്കുന്നത്? വേണ്ട വിധം എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ട വിധം? അതായത് വേണ്ട വിധം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട വിധം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് അത് പ്രാർത്ഥിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത്? എന്നെ യേശു ജോൺസൺ പ്രാർത്ഥിക്കേണ്ട ശരിക്കുള്ള പ്രാർത്ഥന ഏതാ? ദൈവമേ, ഈ ജോൺസനെ യേശുവിനെ പോലെ ആക്കണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് ജോൺസൺ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അടുത്ത വാക്യം. അത് ജോൺസൺ പ്രാർത്ഥിക്കാത്തതുകൊണ്ട്, ജോൺസൺ മാത്രമല്ല, അത് ആരും പ്രാർത്ഥിക്കാറില്ല. അത് കാരണം അങ്ങനെ ആവണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. നമുക്ക് അംബാനി ആവണമെന്നല്ലേ ആഗ്രഹം അല്ലേ? അതാണ് നമുക്ക് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി നമ്മളങ്ങനെ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് നമുക്ക് പകരം ആര് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു? ഏതാത്മാവ്? പരിശുദ്ധാത്മാവ്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അതായത് നമ്മൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത്, എന്നെ കാണത്തില്ലല്ലേ, ഞാൻ ആ ഒരു പുറത്തേക്ക് തന്നെ കാണാം, ഇങ്ങോട്ടേക്ക്. അപ്പോൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത്? എന്താ എന്നെ ഈശോയെ പോലെ ആക്കണമേ, എന്നെ ഈശോയെ പോലെ, എൻ്റെ ഈ പന്നസ്വഭാവം എല്ലാം കളഞ്ഞ് എന്നെ ഈശോയെ പോലെ ആക്കണമേ. ഇത് നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ഈ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുന്നു? പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. എന്നിട്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഇവിടെ രണ്ടുപേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരൊക്കെ? അല്ല, ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, രണ്ട് ഡാനിയേലച്ചൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്നെ അമേരിക്ക കൊണ്ടുപോണേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇവനെ അല്ലല്ല ഇവനെ ഛത്തീസ്ഗഡിൽ കൊണ്ടുപോണേ. ഡാനിയേലച്ചന് ആഗ്രഹം എന്താണ്? എവിടെ പോകണം? അമേരിക്ക പോകണം. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുകയാണ്, ഇവൻ അമേരിക്ക പോയാൽ യേശുവിനെ പോലെ ആവില്ല. ഇവൻ അമേരിക്ക പോയാൽ യേശുവിനെ പോലെ ആവില്ല. അമേരിക്ക പോയ യേശുവിനെ പോലെ ആവില്ല എന്നല്ല, ഞാൻ പോയാലാവില്ല, വേറെ ആളുകൾ പോയാലാവുമായിരിക്കും. അപ്പം ഞാൻ പോയാൽ ആവില്ലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഇരുന്ന് ഉടനെ എന്ത് ചെയ്യും? ഇതിനെതിരായ വേറൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതിനെതിരായ വേറൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്കിട്ട് പാര വെച്ചത് പിശാചാണെന്നാണ്. ഇപ്പം മനസ്സിലാവുകയാണ് അത് പിശാചായിരുന്നില്ല. അയ്യോ, അത് പിശാചായിരുന്നില്ല, പിന്നെ ആരായിരുന്നു? പരിശുദ്ധാത്മാവായിരുന്നു. നമ്മുടെ സകല പ്രാർത്ഥനയ്ക്കിട്ടും ടൊർപ്പിടോ വെച്ചത് ആരായിരുന്നു? പരിശുദ്ധാത്മാവായിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് ആര് പ്രാർത്ഥിക്കുന്നതാണ് കേൾക്കുന്നത്? അടുത്ത വാക്യം വായിച്ച അതിനകത്തുണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അടുത്ത വാക്യം ഏതാ? ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ആഗ്രഹമാണ് സാധിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് ഒരു കാര്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആരുടെ പ്രാർത്ഥനയാണ് പിതാവ് നടത്തി കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ശരിക്കും മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരുടെ പ്രാർത്ഥന സാധിക്കും? പരിശുദ്ധാത്മാവിൻ്റെ. അപ്പോൾ എൻ്റെ പ്രാർത്ഥന നടക്കാതെ പോവും അല്ലേ? നടക്കാതെ പോകുമ്പോൾ എനിക്ക് എന്താ ഉണ്ടാവും? ഞാൻ പ്രാർത്ഥിച്ചത് നടക്കാതിരിക്കും. അപ്പോൾ എനിക്ക് എന്തുണ്ടാവും? പ്രയാസവും നിരാശയും വിഷമമൊക്കെ ഉണ്ടാവും. അടുത്ത വാക്യം വായിച്ചേ. ആ പ്രയാസത്തെ ദൈവം എങ്ങനെ ചെയ്യും? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ആ പ്രയാസം ദൈവം നന്മയാക്കി മാറ്റും. പിടിയിട്ടുന്നുണ്ട്, ഇതെല്ലാം കണക്റ്റഡ്. എങ്ങനെ? ആ പ്രയാസങ്ങൾ ദൈവം നന്മയാക്കി മാറ്റും. അടുത്ത വാക്യം, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹമാണ് നമ്മളെ യേശുവിനെ പോലെയാക്കുക എന്നത്. പിശാചിന്റെ ആഗ്രഹമാണ് നമ്മളെ പിശാചിനെ പോലെയാക്കുക എന്നത്. പരിശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ ഇവന്റെ ദേഹത്തിരിക്കുന്ന ഞങ്ങളെ പുറത്താക്കരുത്. എഴുന്നേറ്റ് നിൽക്കാം.